ശ്രീ എ.വി. തോമസിൻ്റെ 6 പ്രൗഢഗ്രന്ഥങ്ങൾ സൗജന്യമായി. മൈ ചർച്ചിൻ്റെ സ്ഥാപകൻ എ.വി. തോമസ് അച്ചായൻ എഴുതിയ 6 പ്രൗഢഗ്രന്ഥങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ചുരുക്കത്തിലൊന്ന് പറയാം. ഈ പുസ്തകങ്ങൾ വായിക്കുവാൻ താല്പര്യമുള്ളവർ വിളിച്ചാൽ ഞങ്ങൾ സൗജന്യമായി അയച്ചു തരുന്നതാണ്. റിബല്യസ് ഹൗസ് വേഴ്സസ് സ്പിരിച്വൽ ഹൗസ്, മത്സരഗൃഹവും ആത്മീയഗൃഹവും. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യഥാർത്ഥ സത്യങ്ങളിൽ നിന്ന് സഭകൾ പ്രഘോഷിക്കുന്ന ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ആചാരങ്ങളും അകലുകയോ അകറ്റപ്പെടുകയോ ചെയ്യുന്നതിനെ വിമർശനാത്മകമായി സമീപിക്കുന്ന ഗ്രന്ഥം. ദൈവേച്ഛയ്ക്ക് അനുസരണമായി ആത്മീയ ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വിശ്വാസികൾക്ക് വെളിച്ചമായി തീരുന്ന പ്രൗഢരചന. ക്രിസ്ത്യൻ സാൻസ് ക്രൈസ്റ്റ്, ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനി. മനുഷ്യൻ അവൻ്റെ പാപകർമ്മങ്ങൾ നിർബാധം തുറന്നുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യനും ദൈവവുമായുള്ള വിടവ് വലുതായിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവം തൻ്റെ രക്ഷകനായ പുത്രനെ ഇടപെടുവാൻ അനുവദിച്ചതിലൂടെ ദൈവേച്ഛയെ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമെന്ന് കാണിച്ചു തന്നു. ദൈവനിയമത്തിന് കീഴടങ്ങിയില്ലെങ്കിൽ വിശ്വാസി സമൂഹം ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിയായി തീരുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഗ്രന്ഥം. ലാറ്റന്റ് തമ്പ് ഇംപ്രഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന വിരലടയാളം. യഥാർത്ഥ ശത്രുവായ പിശാചിനെ തിരിച്ചറിയുവാൻ കഴിയുന്നതിലെ പരാജയത്തിലൂടെ മനുഷ്യൻ ചെന്നുപെട്ടിരിക്കുന്ന ആപൽക്കരമായ സാഹചര്യത്തെ വെളിപ്പെടുത്തിത്തരുന്ന ശ്രേഷ്ഠമായ രചന. വിശുദ്ധ വേദപുസ്തക വചനങ്ങളിൽ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്ന സത്യത്തിലൂടെ വായനക്കാരെ ആത്മീയ യോദ്ധാക്കളാക്കി തീർക്കുവാൻ ശക്തിപ്പെടുത്തുന്ന അപൂർവ പുസ്തകം. അബോമിനേഷൻസ് ഓഫ് ഡിസൊലേഷൻ, ശൂന്യമാക്കലിൻ്റെ മ്ലേച്ഛത. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന ശൂന്യമാക്കലിൻ്റെ മ്ലേച്ഛതയുടെ ആന്തരാർത്ഥവും ആത്മീയാർത്ഥവും വിശദമാക്കുന്ന പ്രശസ്ത ഗ്രന്ഥം. ബൈബിളിൻ്റെ സത്യത്തേക്കാൾ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെ യഥാർത്ഥ സത്യത്തിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിക്കുന്ന വിശ്വാസികൾക്ക് ഒരു വഴികാട്ടി. തെറ്റായി നയിക്കപ്പെട്ട വിശ്വാസ സമൂഹത്തെ വേദഗ്രന്ഥത്തിൻ്റെ സത്യത്തിലേക്ക് തിരികെ എത്തിക്കുന്ന രചന. ദ റെമനന്റ്, ആർ യു ഇൻക്ലൂഡഡ്? ശേഷിപ്പ്, നിങ്ങൾ ഉൾപ്പെടുന്നുവോ? രക്ഷകന് പ്രിയപ്പെട്ട കുറച്ച് മനുഷ്യർ അന്ത്യകാല പ്രളയത്തിനു മീതെയും രക്ഷിക്കപ്പെടും. അങ്ങനെ ശിക്ഷിക്കുന്ന കുറച്ചു പേരിൽ ഉൾപ്പെടുന്നതിന് നിങ്ങൾ അർഹരാണോ എന്ന് സ്വയം ചോദിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകം. ദൈവേച്ഛയ്ക്കനുസരിച്ച് യഥാർത്ഥ സത്യത്തിൽ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് കർത്താവിൻ്റെ രക്ഷയ്ക്ക് അർഹർ. അത്തരത്തിൽ ശിഷ്ടസമൂഹത്തിൽ ഉൾപ്പെട്ട് രക്ഷകന് പ്രിയപ്പെട്ടവരാകുവാൻ എന്ത് ചെയ്യണം? വിശ്വാസികൾക്ക് വിശുദ്ധ പാതയൊരുക്കുന്ന ഗ്രന്ഥം. ഡയബോളിക് ടൂൾസ്, പൈശാചിക ഉപകരണങ്ങൾ. ഓർത്തഡോക്സ് സഭയുടെ മുൻ തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ മാർ പൗലോസ് ഗ്രിഗോറിയോസിൻ്റെ ജീവിതത്തെയും പൗരോഹിത്യ പ്രവർത്തനങ്ങളെയും തൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിമർശനാത്മകമായി സമീപിക്കുന്ന കൃതി. 1961 മുതൽ തനിക്ക് വ്യക്തിപരമായി അടുത്തു പരിചയമുള്ള മാർ പൗലോസ് ഗ്രിഗോറിയോസിൻ്റെ ക്രിസ്തുവിശ്വാസത്തിൻ്റെ വിശ്വാസ്യതയെയും ദൃഢതയെയും ഗ്രന്ഥകാരൻ ചോദ്യം ചെയ്യുന്നത് വ്യക്തമായ ധാരണകളുടെ പിൻബലത്തിലാണ്. പിശാചിൻ്റെ ഉപകരണങ്ങളായി വർത്തിക്കുന്ന മനുഷ്യരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്ന മൂർച്ചയുള്ള രചന. ഡയബോളിക് ടൂൾസ്. ബൈബിൾ ഗ്രന്ഥങ്ങളുടെ പ്രസാധനത്തിലൂടെ ലോകപ്രശസ്തരായ ഒ ആൻഡം ആണ് ഈ ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ 6 ഗ്രന്ഥങ്ങളും പൂർണ്ണമായും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിനായി താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നാളെ മുതൽ ഈ ഓരോ ഗ്രന്ഥങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന 6 എപ്പിസോഡുകളായുള്ള ഒരു പരമ്പര ആരംഭിക്കുന്നതാണ്. മൈ ചർച്ചിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മൈ ചർച്ചിൻ്റെ ഭാഗമാകുന്നതിനും താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന നമ്പർ 9746681444. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746681444.